രാമായണത്തിൻ്റെ മുഖ്യ സന്ദേശം ത്യാഗമാണ്. ആദർശത്തിന് വേണ്ടി സർവവും ത്യജിക്കാൻ തയ്യാറായ എത്രയോ കഥാപാത്രങ്ങൾ രാമായണത്തിലുണ്ട്. രാമായണ മാസാചരണം രാമായണ വായനയിൽ മാത്രം ഒതുക്കാതെ കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് അതിലെ തത്വങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെ നടപ്പാക്കണമെന്ന് ചിന്തിക്കണം. രാമായണം വായിക്കുന്ന മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി കൊണ്ടുവരണം. അപ്പോൾ ജീവിതം കൊണ്ടുകൂടി പഠിപ്പിക്കുമ്പം ശരിക്കൊരു മാതൃകയാകും. അനിയൻ ചേട്ടൻ രണ്ട് വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് കുട്ടികളില്ല, ഒരു സഹോദരന് കുട്ടികളുണ്ട്, ചേട്ടൻ മക്കളുണ്ട്. അപ്പോൾ ചേട്ടൻ ചിന്തിക്കുകയാണ്, അയ്യോ എൻ്റെ അനിയന് മക്കളൊന്നും ഇല്ലല്ലോ, നാളെ അവൻ വയസ്സിലും ഭാരവനെ നോക്കാനാ, കുറച്ച് സ്വത്ത് അവന് നമ്മുടെ ഒന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ചേട്ടൻ രാത്രി ഭാര്യയെ വിളിച്ചിട്ട് നെല്ല് കൃഷികൾ അനിയൻ്റെ വീട്ടിലേക്ക് കൊണ്ട് കുറച്ച് ചാക്ക് വെച്ച് കൊണ്ടുപോകും. ഇപ്പം അനിയൻ ചിന്തിക്കും, എനിക്ക് മക്കളൊന്നും ഇല്ലല്ലോ, ചേട്ടനാണ് മക്കളുണ്ട്, എനിക്ക് സ്വത്ത് വെച്ചിട്ട് എന്താ കാര്യം, ഇതങ്ങോട്ട് കൊണ്ടുവയ്ക്കും. മറ്റേ ഭാര്യയെ വിളിച്ചിട്ട് അനിയൻ കൊണ്ടുവയ്ക്കും, അനിയൻ ഭാര്യയെ വിളിച്ചിട്ട് ചേട്ടൻ കൊണ്ടുവയ്ക്കും. ഇങ്ങനെയാണ്. അച്ഛൻ രാത്രി കൊണ്ടുപോകുന്ന മക്കൾ കണ്ട്, അപ്പം മക്കൾ കണ്ടിട്ട് മക്കൾ പറഞ്ഞു, അച്ഛൻ എന്താ ഇവിടെ നിന്നുള്ള എല്ലാം അങ്ങോട്ട് കൊടുക്കുന്നത്, അങ്ങനെ മക്കളൊന്നുമില്ല, നാളെ വിളിച്ചിട്ട് സ്നേഹം കാണിച്ച് അവരുടെ സ്വത്തുക്കളെല്ലാം എഴുതി ഇപ്പോഴേ നമ്മുടെ പേരിലേക്ക് ആക്കണം പറഞ്ഞുപദേശിക്കുകയാണ് അച്ഛനെ. ഈ അനിയൻ്റെ നേരത്തെ തന്നെ സ്വത്ത് വേണ്ടി വേണ്ടിയിട്ട് അനിയനെ വേണേൽ മേടിച്ചുമില്ല സ്വത്തിന് വേണ്ടി. ഇപ്പോഴങ്ങനെയാണല്ലോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ തലമുറ. അന്നത്തെ തലമുറ സഹോദര സ്നേഹങ്ങളെ നിലനിന്നിരുന്നു. ഇപ്പോഴത്തെ നഷ്ടപ്പെട്ടുകൊണ്ട് വരികയാണല്ലോ, മൂല്യങ്ങൾ നഷ്ടപ്പെട്ടല്ലോ. ഇത് പറയുമ്പോൾ ഒരു കഥ ഓർക്കുകയാണ്. റോഡിൽ പെയിൻറ്റ് വരയ്ക്കുകയാണ്, ഈ രണ്ട് വഴി കൂടെ വണ്ടി പോകാൻ വേണ്ടി ജോലിക്കാരെ വെച്ചിട്ടുണ്ട്. ഒരു ദിവസം നോക്കുമ്പം കുറച്ച് വരെ ഇരുന്ന് കാണുന്നുള്ളൂ. 3-4 കിലോമീറ്ററൊക്കെ ഇട്ടതാണ് നേരത്തെ. ഇപ്പോൾ 1/4 കിലോമീറ്റർ പോലും ഇടുന്നില്ല. എന്താണ് ഇങ്ങനെ? അത് അന്ന് പെയിൻ്റ് അടുത്തായിരുന്നു, ഇപ്പം ഇത്ര അകലേന്ന് എടുത്തുകൊണ്ട് വരണം. ഇങ്ങനെയാണ് ഇന്ന് ന്യായം പറഞ്ഞ് എൻ്റെ ഇഷ്ടത്തിന് വളച്ചൊടിക്കുകയാണ് ധർമ്മത്തെ. അത്ര മൂല്യം കുറഞ്ഞിരിക്കുകയാണെന്നുള്ളതാണ് അർത്ഥം. ഭാഗവതമായിട്ട് രാമായണമായിട്ട് തത്വങ്ങൾ ഗ്രഹിക്കണം. അങ്ങനെ ഇത് ഗ്രഹിക്കുമ്പോൾ കുഞ്ഞുങ്ങളിലും ആ മൂല്യങ്ങൾ നിൽക്കും. ഭക്തി ഇല്ലാത്ത ഒരാളാണ് പോലും ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ ആ തത്വം ഗ്രഹിച്ച് അറിയാതെ തന്നെ അയാൾ ഭക്തി വരും. എന്നും ശ്രദ്ധിച്ച് കേട്ടാൽ തത്വം നമുക്ക് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാനുള്ള മനസ്സ് വരും, ധർമ്മബോധം ഉണ്ടാവും. കോളേജിലെ മക്കൾ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ധാർമ്മികമായി. ആ ഗ്രാമത്തിലൊക്കെ പോയി പിന്നെ ബ്രഹ്മചാരി മക്കൾ സന്യാസിനിയാണേലും ശാസ്ത്രം മാത്രം പഠിക്കുകയല്ല, മാത്രം സത്സംഗം മാത്രം ചെയ്യല്ല, ഭജന മാത്രം ചെയ്യല്ല. അവർ പോയി അടുക്കളയെല്ലാം പാത്രം കഴുകാനായാലും കക്കൂസ് വാരാനായാലും കൃഷി ചെയ്യാനായാലും എന്തും ചെയ്യുന്നുണ്ട്, തയ്യാറാകുന്നു. എല്ലാം ഈശ്വരനായി കണ്ട് സേവിക്കാനും സ്നേഹിക്കാനുള്ള മനസ്സുമൊക്കെ കിട്ടി. രാമായണം രാമൻ്റെ അയനമാണ് എന്ന് വെച്ചാൽ രാമൻ്റെ സഞ്ചാരമാണ്, അല്ലെങ്കിൽ രാമനിലേക്കുള്ള സഞ്ചാരമാണ്. ധർമ്മം തന്നെ ഉടൽ കൊണ്ടാണ് രാമൻ. ധർമ്മത്തിന് വേണ്ടി സർവ്വം തിരിച്ച ചരിതമാണ് രാമൻ്റേത്. ധർമ്മത്തിന് വേണ്ടി രാമൻ സ്വന്തം സുഖവും സന്തോഷവും മാത്രമല്ല എല്ലാ ലോകബന്ധങ്ങളെയും ഉപേക്ഷിച്ചു. സത്യത്തിന് വേണ്ടി ഞാൻ സീതയെയും ഉപേക്ഷിക്കും, ലക്ഷ്മണനെ ഉപേക്ഷിക്കും, സർവ്വതും ഉപേക്ഷിക്കും എന്ന് രാമൻ കൂടെ പറയുന്നത് രാമായണത്തിൽ കാണാം. ധർമ്മത്തിൽ നിന്ന് താൻ അല്പം വ്യതിചലിച്ചാൽ ലോകത്തിൽ വലിയൊരു ധാർമ്മിക വീഴ്ച തന്നെ ഉണ്ടാകുമെന്ന് രാമൻ അറിയാം. അതുകൊണ്ടാണ് രാമൻ ധർമ്മത്തിൽ നിന്ന് അണ്ണവിട ചലിക്കാത്തത്. ആദർശങ്ങളെക്കുറിച്ച് സംസാരിക്കുക എളുപ്പമാണ്, എന്നാൽ ജീവിതത്തിലും പ്രവൃത്തിയിലും ആദർശത്തിൽ ഉറച്ചു നിൽക്കുക എന്നത് പ്രയാസമാണ്. നിത്യജീവിതത്തിൽ ആദർശം പാലിക്കുന്നവർ കുറേ പേരുണ്ടാകും, എന്നാൽ ആദർശത്തിൽ ഉറച്ചു നിന്നാൽ വലിയ നഷ്ടം സംഭവിക്കും എന്ന് തോന്നിയാൽ അവർ പോലും ആദർശത്തെ കൈവെടിയും. എന്നാൽ രാമൻ അങ്ങനെ ആയിരുന്നില്ല.
ഇളകാത്ത ആദർശധീരതയും ധർമ്മനിഷ്ഠയും രാമൻ്റെ പ്രത്യേകതയായിരുന്നു.